ഇത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്. ഫേസ്ബുക്കിൽ തരി ബിരിയാണി എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. എന്താ ഇങ്ങനെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞുതരാം. റവ അല്ലേ, റവ നല്ലോണം വറുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കൂലേ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി, അതേപോലെ മറ്റ് ഗരം മസാല പൊടികളും എല്ലാം ഇട്ട് ബിരിയാണിയുടെ അതേപോലെ ഒരു മസാല ഉണ്ടാക്കുക, ഒരു ഗ്രേവി ഉണ്ടാക്കുക. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പൊരിച്ച് വെച്ച ചിക്കന്, ബീഫ് അല്ലെങ്കിൽ ചെമ്മീൻ, അങ്ങനെ ഏത് വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിട്ട് കൊടുക്കാം. പൊരിച്ച് വെച്ചിട്ട് പൊരിച്ചത് ഇടണം കേട്ടോ, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ ബീഫ് അതിനുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ പൊരിച്ച് വെച്ചിരുന്നു. പക്ഷെ ബീഫിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല ഉറപ്പുള്ള ഇറച്ചിയായിട്ട് പൊരിച്ചിട്ടും കടിച്ചിട്ട് കിട്ടണമെന്നല്ല, നമ്മളിങ്ങനെ ചവച്ചരയ്ക്കാൻ കഴിയില്ല, അങ്ങനെ പറ്റണേ ഇല്ല. കടിച്ച് ഒരു റബ്ബർ കടിക്കും പോലെ തന്നെ തോന്നുക. ഞാൻ ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ആ പൊരിച്ച് വെച്ച ബീഫ് ഞാൻ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടോ. അപ്പോൾ ഒരു ഇടിയിറച്ചിയൊക്കെ ഉണ്ടാവില്ല, അതേപോലെ ആയി വന്നീനെ. അപ്പോൾ ഈ മസാലയിലേക്ക് ബീഫും ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം റവ ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ച റവ ഇട്ടിട്ട് 2 കപ്പ് റവ ആണെങ്കിൽ 2 കപ്പ് ചൂടുവെള്ളം, ആ ഒരു രീതിയിൽ അതിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ശരിക്കും നമ്മളൊരു ഉപ്പുമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വരും. ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. സംഭവം അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഒരു വെറൈറ്റി ടേസ്റ്റ് ബിരിയാണി ആണ് എന്നുണ്ടെങ്കിലും അതിൽ വേറൊരു ഫ്ലേവർ, റവൻ്റെ ആ ഒരു ഇതാവുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക.